അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്നുള്ളത് തമ്മിലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് നമ്മുടെ സോപ്പ് ബിസിനസ്. അപ്പോൾ ഈ ഒരു സോപ്പ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക, അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കറ്റാർവാഴ വെച്ചിട്ട് രണ്ട് രീതിയിലാണ് സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 തണ്ട് കറ്റാർവാഴയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറ്റാർവാഴ നമ്മൾ ഡയറക്റ്റായിട്ട് ആ ചെടിയിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം വരും. അപ്പോൾ അത് മുഴുവനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ സോപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഒരാഴ്ച മുന്നേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കറ്റാർവാഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു ദ്രാവകമൊക്കെ ഫുള്ളായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഡയറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറ്റാർവാഴൻ്റെ 2 സൈഡിലുള്ള ആ ഒരു മുള്ള് കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലുള്ള ജെല്ല് മുഴുവനായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള കറ്റാർവാഴയുടെ തണ്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ജെല്ല് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്തിട്ട് സോപ്പ് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ആ ഒരു തൊലിയും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലും സോപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ കളറിലുള്ള ആ ഒരു ദ്രാവകം കംപ്ലീറ്റ് ഒന്ന് പോയി കിട്ടുന്നത് വരെ നമ്മൾ ഒന്ന് കുത്തനെങ്ങനെ ചാരി വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട്. സോപ്പ് എന്നല്ല, നമ്മൾ ഹെയർ ഓയിലോ അങ്ങനെ എന്ത് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞെടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അത് ചിലർക്കെങ്കിലും സ്കിന്നിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കറ്റാർവാഴ മുഴുവനായിട്ടും അതിൻ്റെ ജെല്ല് മാത്രമായിട്ടും എടുത്തിട്ടുണ്ട്. ഒരു കറ്റാർവാഴ ഇതുപോലെ അതിൻ്റെ തൊലിയോട് കൂടെ തന്നെ കട്ട് ചെയ്തിട്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കളർ ചേർത്തിട്ടും ഒന്ന് കളർ ചേർക്കാതെയും 2 രീതിയിലാണ് നമ്മളിവിടെ കറ്റാർവാഴയുടെ സോപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പൗഡർ കളേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിനെ വേറെ പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ കറ്റാർവാഴയുടെ ആ ഒരു തൊലി ഇതിലേക്ക് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. തൊലി ഇല്ലാതെ ജെല്ല് മാത്രമായിട്ടും നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് നമ്മുടെ വെള്ളം ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ കളർ ചേർത്ത് കൊടുത്തിട്ടില്ല. കളർ ചേർക്കാതെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു ലൈറ്റ് കളറിൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഏത് സോപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ചധികം ഡാർക്ക് കളറിലാണ് നമ്മുടെ സോപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിൽ എന്തായാലും കളർ ചേർത്തിട്ടാണ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോപ്പ് ബേസ് ആണ്. അപ്പോൾ 1/2 കിലോ സോപ്പ് ബേസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ താഴെ ഒരു പാത്രത്തിലായി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ സോപ്പ് ബേസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് അതുപോലെ തന്നെ മോൾഡ്, ഫ്രാഗ്രൻസ് ഓയിൽ, കളർ ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ സാധനങ്ങൾ വേണ്ടത് നിങ്ങളുടെ അളവിനനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ സോപ്പ് ബേസ് മുഴുവനായിട്ടും മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കറ്റാർവാഴയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു 1/2 കിലോൻ്റെ സോപ്പ് ബേസിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ മെഷറിംഗ് കപ്പിന് ഒരു 1/2 കപ്പ് കറ്റാർവാഴയുടെ ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറ്റാർവാഴ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി വെക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂളും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലും ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നതാണ് നമ്മൾ എസെൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും ഒന്നാണോ എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതിയോ. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗുണമുണ്ട് മണമുണ്ട് എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഉള്ളത്. നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മണത്തിന് മാത്രമാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിനെ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഏത് മോൾഡ് വേണമെങ്കിലും അവർ അയച്ചു തരുന്നതാണ്. അപ്പോൾ 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സോപ്പ് ബേസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് തന്നെ കട്ടായിട്ട് പോവും. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഡയറക്റ്റായിട്ട് ആ ഒരു ചൂടോട് കൂടെ തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മോൾഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ സിലിക്കോണിൻ്റെ മോൾഡ് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മോൾഡില്ല എന്നുണ്ടെങ്കിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ചൊന്ന്
വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം മാത്രം വേണം നമ്മളതിലേക്ക് ഈ ഒരു സോപ്പ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ മോൾഡിലേക്ക് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പതയൊക്കെ ഒന്ന് ചെറുതായിട്ട് തന്നെ ഒരു ടീസ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ വേണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറഞ്ഞ അളവിലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി കൂടുതൽ ബൾക്കായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പ്രേ ഇതിനായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും, ആ ബബിൾസ് കളയാനായിട്ട്. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പദം മുഴുവനായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള ഒരു സോപ്പിൻ്റെ വീഡിയോ കൂടെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു സോപ്പ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിലർക്ക് ആ സോപ്പ് സെറ്റായി കിട്ടുന്നില്ല, അതിങ്ങനെ ലൂസായിട്ട് വരിക എന്നുള്ള ആ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ സോപ്പ് ബേസ് അത്ര ക്വാളിറ്റി ഇല്ലാത്തതായതുകൊണ്ടൊക്കെ ആവാം നമ്മൾ ആ ഒരു സോപ്പ് സെറ്റായിട്ട് വരാത്തത്. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് നല്ല പോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ വെറും 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സോപ്പ് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കളർ ചേർത്ത് കൊടുക്കാതെ നമ്മൾ കറ്റാർവാഴയുടെ സോപ്പ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കാതെ നാച്ചുറലായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ ആഗ്രഹമുള്ളവർ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതിലേക്ക് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറ്റാർവാഴ സോപ്പ് ശരിക്കും ഒരു പച്ച കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് കളർ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സോപ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ 1/2 കിലോ സോപ്പ് ബേസും അതുപോലെ തന്നെ ഒരു കറ്റാർവാഴയുടെ തണ്ടും വെച്ചിട്ടുണ്ടോ നമ്മൾ ഇത്രയും സോപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹേർട്ട് ഷേപ്പിലുള്ളത്, അതുപോലെ തന്നെ ഓവൽ ഷേപ്പിൽ, ഇതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ, പിന്നെ ഇതുപോലെ പിക്ചറൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലുള്ള മോൾഡൊക്കെ വരെ എടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പൊക്കെ ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെ ആദ്യം നമ്മളൊരു പ്ലാസ്റ്റിക് റാപ്പിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെങ്കിലും ഒക്കെ ഇതേ ഒരു രീതിയിൽ തന്നെ ഒരു റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോവും. പിന്നെ എല്ലാവർക്കും ഉള്ള അടുത്തൊരു ഡൗട്ടാണ്, ഇത് എത്ര കാലം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് എക്സ്പയറി ഡേറ്റ് എത്രയെന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു 6 മന്ത് മുതൽ 8 മന്ത് വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം അതിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ സോപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കതിൻ്റെ സ്മെല്ല് കുറച്ചൊന്ന് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് 1 ഇയർ വരെ ശരിക്കും ഇത് യൂസ് ചെയ്യാം, പക്ഷേ കുറച്ചൊരു സ്മെല്ല് കുറവായിട്ട് തോന്നും, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സോപ്പാണ് നമ്മൾ കളറൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ കുറഞ്ഞൊരളവിൽ കളർ ചേർത്തിട്ടാണ് സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറഞ്ഞൊരളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ നേരത്തെ നമുക്ക് ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഇതുപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കളറിലാണ് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു കളർ മാറി വരുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ നേരത്തെ കറ്റാർവാഴ ജ്യൂസിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂൺ ജ്യൂസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരല്പം കളർ മിക്സ് ചെയ്തെടുത്ത് അത് നമ്മുടെ ഈ ഒരു സോപ്പ് ബേസിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്യാപ്സ്യൂളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, അപ്പോൾ ഓയിലായിട്ട് അങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാവൻഡർ, അതുപോലെ തന്നെ സാൻഡിൽ, അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രാഗ്രൻസ് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിനെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ സോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു മോൾഡിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞൊരളവിൽ കളർ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ചെറിയൊരു ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുള്ളത്. കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് സോപ്പ് കിട്ടും. അപ്പോൾ അത്രയും ഗ്രീൻ കളർ ആവുന്ന സമയത്താണ് നമുക്ക് സോപ്പൊക്കെ കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ചിലർക്ക് നമുക്കിത് കാണാനായിട്ട് കുറച്ചൊരു ഭംഗിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് ആ ഒരു ഗുണം മാത്രം മതി, കളർ വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോപ്പ് എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള സോപ്പുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കാം. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നമ്മളിവിടെ സോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സോപ്പും നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. ഈ ഒരു ചൂടാറി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സോപ്പ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടാതെ നമ്മൾ അതിലെടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് 1 കിലോ സോപ്പ് ബേസ് വെച്ചിട്ട് നമ്മളിവിടെ ഒരു 15 സോപ്പോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സോപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ സോപ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സോപ്പ് അത്യാവശ്യം നല്ല പതയുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പതയുണ്ടോ എന്നുള്ളത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു സോപ്പിയുടെ പതയും കൂടെ ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല പതയോട് കൂടി തന്നെ നമ്മുടെ സോപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് സോപ്പിന് അത്യാവശ്യം നല്ല മണമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. കാരണം എല്ലാ ഡൗട്ടും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ ചെയ്തതുകൊണ്ടാണ് കേട്ടോ അത്രയും ലെങ്തി ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സോപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.